ഇന്ന് ദേശീയ ന്യൂനപക്ഷാവകാശ ദിനമാണ്. രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി ശാക്തീകരിക്കാനാണ് ന്യൂനപക്ഷ അവകാശ ദിനം ആചരിക്കുന്നത്. ന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഉറപ്പുവരുത്തി അഭിമാനവും അന്തസ്സും സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുകയാണ് ന്യൂനപക്ഷ അവകാശ ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത്. 1992 ഡിസംബർ 18 ഐക്യരാഷ്ട്രസഭാ പ്രഖ്യാപനത്തെ തുടർന്നാണ് ഇന്ത്യ ന്യൂനപക്ഷ അവകാശ ദിനം ആചരിച്ചു തുടങ്ങിയത്. ജനസംഖ്യയിലെ കുറവാണ് ഒരു രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനം. 1992 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമപ്രകാരം മുസ്ലിങ്ങൾ, സിഖുകാർ, ക്രിസ്ത്യാനികൾ, ബുദ്ധമതക്കാർ, ജൈനന്മാർ, പാഴ്സികൾ എന്നിവരെയാണ് ന്യൂനപക്ഷങ്ങളായി വിജ്ഞാപനം ചെയ്തിട്ടുള്ളത്. രാജ്യത്തെ ആകെ ജനസംഖ്യയുടെ 19.3% ന്യൂനപക്ഷങ്ങൾ. മുസ്ലിങ്ങൾ 14.2%, ക്രിസ്ത്യാനികൾ 2.3%, സിഖുകാർ 1.7%, ബുദ്ധമതക്കാർ 0.7%, ജൈനമതക്കാർ 0.4%, പാഴ്സികൾ 0.006% എന്നിങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെ കണക്കുകൾ. ന്യൂനപക്ഷങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ രാജ്യത്ത് വർദ്ധിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെ ന്യൂനപക്ഷ അവകാശ ദിനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. റിസർച്ച് ഡെസ്ക് 24.